എന്നറിഞ്ഞ ഗുരുക്കന്മാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് 2025 മാർച്ച് 29 വരെ അശ്വതി നക്ഷത്ര ജാതകർക്ക് ശനിയുടെ സ്ഥിതി, ഗതി, അവസ്ഥ എന്നിവയെ പറ്റിയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് പൊതുവെ ഈ 2.5 കൊല്ലം കൊണ്ട് ശനി 11-ാം ഇടത്ത്, അതായത് ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. ഒപ്പം ഈ ജൂൺ 5-ന് ശേഷം ജൂൺ 1 മുതൽ 5-നകത്ത് വ്യാഴന്റെ പകർച്ച കൊണ്ടും ഇവർക്ക് അനുകൂലമായ അവസ്ഥകൾ വന്നു ചേർന്നു. അതുകൊണ്ട് 11-ൽ നിന്ന ശനി ഇവർക്ക് വളരെ അനുകൂലമായ അവസ്ഥകളെ ഉണ്ടാക്കുകയാണ്. കാരണം ശനി 11-ലും വ്യാഴൻ 2-ലും. അപ്പോൾ ആകെ കുടുംബസുഖം, സാമ്പത്തികമായ ഭദ്രത, വിദ്യാ വിജയം, പ്രമോഷൻ, ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്തും സ്വദേശത്തും പോകുവാനുള്ള യോഗഭാഗ്യങ്ങൾ, കുടുംബത്തിൽ സന്താനം പിറവിക്കുള്ള അവസരങ്ങൾ, ഗ്രഹനാഥന് കൂടുതൽ സാമ്പത്തികമായ നേട്ടങ്ങൾ, തൊഴിൽപരമായോ കച്ചവട സംബന്ധിച്ചോ കൃഷി സംബന്ധിച്ചോ ഏത് പരമായാലും അവർക്ക് ഈ 2-ലെ വ്യാഴൻ വളരെ അനുകൂലം ചെയ്യും. അതിനെ സഹായിക്കാൻ 11-ലെ ശനിയും പൂർണ്ണ അനുഗ്രഹങ്ങൾ കൊടുക്കപ്പെടും. 11-ൽ നിന്നുകൊണ്ട് ശനി മേടൻ രാശി അശ്വതി നക്ഷത്രത്തിന്റെ കൂറായ മേടൻ രാശിയിൽ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ ഉള്ള തടസ്സങ്ങൾ അവർക്ക് ക്രമേണ മാറി വരികയാണ്. ഇനി അവർക്ക് ശനിയെ കൊണ്ട് നല്ല അനുഭവങ്ങളെ കൈവരുത്തും. അതുപോലെ വേഴന്റെ ഇതുകൊണ്ടും നല്ല കാര്യങ്ങൾ ഉണ്ടാക്കും. ഇവർക്ക് സാമ്പത്തികമായും മാനസികമായും പൊതുവെ അഭിവൃദ്ധികളും അവിഷ്ടസിദ്ധികളും ഉണ്ടായി വരും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ വിജയവും, അവർക്ക് സാങ്കേതിക പഠന മികവും, പുതിയ വിദ്യകൾ പഠിക്കാനുള്ള യോഗവും, അതിനുവേണ്ടിയുള്ള അഡ്മിഷൻ കിട്ടുവാനുള്ള ഭാഗ്യവും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഏതാണ്ട് 23, 24, 25 ഈ പ്രായമുള്ള സ്ത്രീ പുരുഷ ഭേദമെന്ന് ഇവർക്ക് തൊഴിൽ ലഭിക്കുവാനും വിവാഹാദി മംഗള കർമ്മങ്ങൾക്കും ചിലർക്ക് ഉത്തമമാകുന്നു. അതുപോലെ തന്നെ 26, 27 ഈ കാലഘട്ടത്തിൽ പുരുഷന്മാർക്ക് വിവാഹ ബലവും അത് തുടർന്ന് നല്ല ഉദ്യോഗ ബലത്തിനും അനുകൂലമായ സമയമാകുന്നു. പൊതുവെ ഇവരുടെ ശനി ഇവർക്ക് വിദേശത്ത് പോകുവാനും വിദേശധനം അനുഭവിക്കുവാനുമുള്ള യോഗഭാഗ്യത്തെ കൊടുക്കുന്നു. ശനി അവർക്ക് കഴിഞ്ഞ 2 കൊല്ലത്തിന് മുന്നേ നിന്ന ശനിയെക്കാളും 11-ൽ നിൽക്കുന്ന ശനി, 1.5 കൊല്ലം കൊണ്ട് 11-ലാണ് അവർക്ക് ശനി നിൽക്കുന്നത്. 11 മീൻസ് ലാഭസ്ഥാനം. ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ശനി ഇവർക്ക് സർവാഭിഷ്ടങ്ങളെയും നൽകപ്പെടുന്നു. പ്രത്യേകിച്ച് എല്ലാ തടസ്സങ്ങളെയും പ്രവൃത്തി ഗുണത്തെയും മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്നതിലും ഉള്ള ആത്മാർത്ഥമായ തൊഴിൽ കൊണ്ടും മറ്റുള്ളവരുടെ പ്രശംസയും ഇവർ പിടിച്ചു പറ്റപ്പെടും. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന പല കർമ്മങ്ങളും വിജയത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. 25, 30, 33 ഈ കാലങ്ങളിൽ ഉള്ള ആൾക്കാർക്ക് ഗ്രഹനിർമ്മാണത്തിനും സന്താനാദി യോഗങ്ങൾക്കും അതുപോലെ തന്നെ തൊഴിൽ പ്രമോഷനും സാധ്യത. 35, 38, 45, 50 ഈ കാലങ്ങളിലുള്ളവർക്ക് തൊഴിൽപരമായി നേട്ടങ്ങളും അവർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങളും, സർക്കാർ ജോലി അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ വളരെ ഉന്നതിയും ഭാഗ്യ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്. പ്രമോഷൻ ഇത്യാദി ദോഷങ്ങളാൽ നിന്നിരുന്ന അവസ്ഥകൾ മാറി
പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് പ്രൊമോഷനോടുകൂടിയുള്ള ജോലികൾ ലഭിക്കും. അതുപോലെ ദുർപ്പേരുകൾ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളെല്ലാം മാറി ഇവർക്ക് അനുഭവങ്ങൾ കാഴ്ചവെക്കുവാൻ പോകുന്ന സമയവുമാകുന്നു. ഇടവിട്ട് മുട്ടുവേദന, കാൽപാദ വേദന ഇതൊക്കെ ഈ കാലഘട്ടങ്ങളിൽ അനുഭവിക്കും. എങ്കിലും ശനി ദോഷങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാക്കുകയില്ല. പൊതുവെ ഇടവിട്ടും ശനിയുടെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് മന്ദത, അതായത് ഒരു മടി സ്വഭാവം കാണിക്കും. എങ്കിലും 1-2 ദിവസം കഴിയുമ്പോൾ അത് മാറിക്കിട്ടുകയും ചെയ്യും. ഇങ്ങനെ അശ്വതി നക്ഷത്ര ജാതകർക്ക് പൊതുവെ നല്ല കാലമാണ്. 50, 55, 60, 65, 70 ഈ കാലങ്ങളിൽ ഈ വയസ്സുകളിൽ ഉള്ളവർക്കും പൊതുവെ അവരുടെ നേടക്കൂറനുസരിച്ച് അവർക്ക് ഭാഗ്യ ഐശ്വര്യങ്ങൾ കൂടുതൽ കൈവന്നു ചേരും. ഈ ഘട്ടത്തിൽ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഭൂമി സംബന്ധമായോ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായോ അല്ലെങ്കിൽ സന്താനങ്ങൾ മുഖേനയോ വളരെ ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുവാനുള്ള കാലഘട്ടമാകുന്നു. പഴയ ഭൂമി ലഭിക്കുകയും അത് വേണ്ടാന്നുള്ളവർക്ക് വിറ്റിട്ട് പുതിയ ഭൂമിയിൽ വാങ്ങുകയും അവിടെ കച്ചവടമോ താമസ സൗകര്യങ്ങളോ ഉറപ്പിക്കാനുള്ള യോഗവും ഉണ്ട്. വാഹനയോഗം, ഗ്രഹയോഗം, മാനസ സൗഖ്യം, സന്താനാദി സൗഖ്യം എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിൽ, ഈ ശനിയുടെ കാലഘട്ടത്തിൽ ഈ പൊതുവെ കുടുംബക്കാർക്ക് അനുഭവമാകുന്നു. വിദേശ സ്വദേശവാസികൾക്കും വളരെ അനുകൂലമായ സമയമാകുന്നു. അതുപോലെ തന്നെ കലാകാരന്മാർ, എഴുത്തുകാർ, അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇവർക്കെല്ലാം സാഹിത്യമായിട്ടും കലാപരമായിട്ടും പഠിക്കുവാനും പുതിയ പുതിയ അറിവുകൾ കണ്ടെടുക്കുവാനും ഉള്ള അവസരങ്ങൾ കൈവരാൻ പോകുന്നു. പൊതുവെ ധനപരമായും ശാരീരികമായും മാനസികമായും ഇവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ശനീശ്വരൻ ഇവരെ കൈവിടുകയില്ല. ഇവർക്ക് അനുഭവ സിദ്ധിക്ക് വേണ്ടി ശാസ്താപ്രീതി, വിഷ്ണുപ്രീതി എന്നിവ വരുത്തുകയും ശാസ്താവിന് നീരാഞ്ജനം കൃത്യമായി നൽകുകയും ഗണപതി ഭഗവാനെ പൂജിക്കുകയും ചെയ്താൽ ഇവരിൽ എന്തെങ്കിലും ചെറിയ ദോഷങ്ങളെയോ അല്ലെങ്കിൽ സന്ധികളോ ഉണ്ടെങ്കിൽ തന്നെ ഭഗവാന്റെ സഹായത്താൽ ഇവയെല്ലാം മാറിക്കിട്ടുകയും ശനീശ്വരന്റെയും മഹാവിഷ്ണുവിന്റെയും ദേവിയുടെയും അനുഗ്രഹം കൊണ്ട് ഇവർക്ക് അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ മലയങ്കിരി പുരുഷോത്തമൻ.